ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരിയുടെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം നൽകിയത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ അന്വേഷണ സംഘം അപ്പീൽ നൽകിയേക്കും. കോടതി വിധി ലഭിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കും. 2 ആഴ്ചയായി ഒളിവിൽ കഴിയുന്ന രാഹുൽ നാളെ വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തിയേക്കും. സിജോ ബി ജോൺ ചേരുന്നുണ്ട്. സിജോ, ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും നിർണായകമായത് തിങ്കളാഴ്ചകളിൽ ഹാജരാകണം എന്നുള്ളതാണ്. അടുത്ത തിങ്കളാഴ്ച അത് എത്രത്തോളം രാഹുലിനെ സംബന്ധിച്ച് നിർണായകമാണ് എന്നുള്ളതാണ്. കാരണം ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസമാണ്. ഒപ്പം തന്നെ തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകേണ്ട കാര്യവുമുണ്ട്. അതിനു മുൻപ് രാഹുൽ പുറത്തിറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതിനു മുന്നേ രാഹുൽ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വിധി വന്നതിന് ശേഷം രാഹുലിന്റെ ഓഫീസുമായി സംസാരിക്കുമ്പോൾ നാളെ രാഹുൽ പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത് നാളെ എത്തുമോ എന്നുള്ള സംബന്ധിച്ച് കാത്തിരുന്ന് കാണാം. ഓഫീസിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ 2ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാരണം ആദ്യത്തെ കേസിൽ നിലവിൽ ഈ മാസം 15-ാം തീയതി വരെ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കൂടി ലഭിച്ച സാഹചര്യത്തിൽ മറ്റ് തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് വളരെ വേഗത്തിൽ പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് രാഹുലിന് നൽകുന്ന ആത്മവിശ്വാസവും. അതുകൊണ്ടാണ് രാഹുൽ ചിലപ്പോൾ പുറത്തേക്ക് വരുമോ എന്നൊരു സംശയം ഉണ്ടാക്കുന്നത്. എന്തായാലും രാഹുലിനെതിരെ ഈ കേസിൽ 2ാമത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ബലാത്സംഗ കുറ്റമാണ് ആദ്യം ചുമത്തിയിരുന്നത്. അതിന് പിന്നാലെ മറ്റു വകുപ്പുകൾ കൂടി ചേർത്തതായി പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. യുവതിയെ ദേഹോപദ്രവേൽപ്പിക്കുക, തടഞ്ഞു വെക്കുക, പിന്തുടർന്ന് ശല്യം ചെയ്യുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയ കാര്യം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിവാഹ വാഗ്ദാനം ചെയ്താണ് ഈ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു വരുത്തിയെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് കോടതി പക്ഷേ മുൻകൂർ ജാമ്യം നൽകുന്ന തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട വ്യവസ്ഥ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ തിങ്കളാഴ്ചയും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവുകൾ നശിപ്പിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകൾ കൂടി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച രാഹുലിന് തിരുവനന്തപുരത്ത് എത്തിയേ പറ്റുള്ളൂ. അതിനു മുന്നോടിയായി രാഹുൽ വരുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുകയും ചെയ്യുന്നത്.